കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17, 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോട് കൂടെയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകൾ നമുക്ക് അതിമനോഹരമായ ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. പലപ്പോഴും പല മാതാപിതാക്കളും വല്ലാത്ത ഭാരത്തോടും സങ്കടത്തോടൊക്കെ പറയുന്ന കാര്യമാണ്, അച്ഛാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയൊക്കെയാണ്, വിദേശ രാജ്യങ്ങളിലാണ്, അപകടകരമായ അവസ്ഥയാണ്, മദ്യപാനം, കഞ്ചാവ്, ലഹരി, അങ്ങനെ വഴിതെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതയുടെ നടുവിലാണ് കുഞ്ഞുങ്ങളായിരിക്കുന്നത്. നാട്ടിലായിരുന്നപ്പോൾ, വീട്ടിലായിരുന്നപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളിൽ നകന്ന് കഴിയുന്ന സമയമാണ്. പക്ഷേ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അനേകർ പറയുകയും അതേക്കുറിച്ച് നിരന്തരം ഭാരപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഈ ഭാരത്തിനുള്ളൊരു പരിഹാര മാർഗം ഇന്നത്തെ ആദ്യ വായനയിലും സുവിശേഷത്തിൽ കിടപ്പുണ്ട്. ആദ്യ വായനയിൽ പൗലോസ്ലീഹ എഫേസൂസ് സഭയോട് വചനമൊക്കെ പറഞ്ഞ് എഫേസൂസ് സഭയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും എന്നേക്കുമായി അവരെ വിട്ടുപോകാൻ പോവാം. പിൽക്കാലത്ത് അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, നാളെ അവർ ചെന്നായ്ക്കൾ അവരെ വേട്ടയാടാം, തെറ്റായ ബോധ്യങ്ങളിലേക്ക് പോകാം, പ്രബോധനങ്ങളിലേക്ക് പോകാം, വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളൊക്കെ പൗലോസ്ലീഹ അവിടെ കൂടെയില്ലാത്തപ്പോൾ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ നകന്നു നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനും ഞാൻ ഇവരെ ഭരമേൽപ്പിക്കുന്നു. പൗലോസ്ലീഹ പറഞ്ഞ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഞാൻ ഇവരെ ഭരമേൽപ്പിക്കുന്നു. കാരണം പൗലോസ്ലീഹ പോകുമോ, പിന്നെ പൗലോസിൻ്റെ സാന്നിധ്യമില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആ വിശ്വാസ സമൂഹത്തിന് എന്തെല്ലാം അപകടങ്ങളും അസ്വസ്ഥകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞാണ്, ഇവരെ കർത്താവെ നിനക്കും കൃപയുടെ വചനത്തിന് ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ കർത്താവിനും കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേക്കുറിച്ച് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ വചനം കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ കർത്താവിൻ്റെ വചനം കൊടുക്കുകയും കർത്താവിനെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച് അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് സമാധാനത്തിലും സ്വസ്ഥതയിലും നമ്മളായിരിക്കുന്നിടങ്ങളിൽ ജീവിക്കാൻ പറ്റും. കർത്താവിനും അവൻ്റെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരും, അസ്വസ്ഥരാകേണ്ടി വരും. കാരണം ഈ കാലഘട്ടം, ലോകം, അതിൻ്റെ സ്വാധീനങ്ങൾ, ലോകം വെച്ച് നീട്ടുന്ന ദുരനുഭവങ്ങൾ, അസ്വസ്ഥതയുടെ തീരുമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകാതിരിക്കാൻ
തീർച്ചയായിട്ടും കർത്താവിനും അവൻ്റെ വചനത്തിനും നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരമേൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഭരമേൽപ്പിക്കപ്പെട്ട പിന്നെ നമ്മൾ അസ്വസ്ഥരാകണ്ട. ഇതെങ്ങനെയെന്നറിയാവോ? മാതാപിതാക്കൾ നിരന്തരമായിട്ട് അസ്വസ്ഥരാണ്. മക്കൾ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിരന്തരമായ അസ്വസ്ഥതയുടെയും ഭാരത്തിൻ്റെയും അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ, അവർ വഴിതെറ്റി പോകോ, ഒരു ഏതെങ്കിലും രീതിക്ക് പോവോ എന്നൊക്കെ നിരന്തരമായി ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് മാതാപിതാക്കൾ കടന്നു പോവുക. ഈ ആശങ്ക ആകുലത മാറാൻ ഒറ്റ കാര്യം ചെയ്യുന്നത്, കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും മക്കളെ ഭരമേൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും കഴിയുക. നമ്മുടെ പരിപാലനയിലല്ലോ, കർത്താവിൻ്റെ പരിപാലനയിലോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ദൈവത്തിന് അവരെ നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്നറിഞ്ഞപ്പോൾ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കാരണം ഇനി യേശുവിൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ അസ്വസ്ഥതകളുണ്ടാകും, ഭിന്നതകളുണ്ടാകാം, കലഹമുണ്ടാകാം, തിന്മ അവരെ വേട്ടയാടാം. ഈ സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ കാതൽ സന്ദേശം മനസ്സിലാക്കാൻ പറ്റും. ഈശോ പറയുന്നുണ്ട്, അങ്ങ് എനിക്ക് തന്നവർക്ക് ഞാൻ അങ്ങയുടെ വചനം കൊടുത്തു എന്നാ പറയാം. ഞാൻ അവർക്ക് വചനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈശോ പ്രാർത്ഥിച്ചത്, കർത്താവേ ഇവരെ ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണമേ. ഈ ലോകത്തിൻ്റെ തിന്മ ഇവർ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ തിന്മകൾ ഇവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം പ്രാർത്ഥന അവസാനിപ്പിച്ച് നമ്മൾ കണ്ടു, ഇവർ സത്യത്താൽ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, ഈ നൽകപ്പെട്ട വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന്. അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അവർക്ക് വചനം കൊടുത്തിട്ട് ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാനും കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ട് കർത്താവിൻ്റെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലൊക്കെ കൊടുത്തിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങൾ നടന്നാൽ പിന്നെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അവരെ പരിപാലിച്ചോളും, ദൈവം അവരെ വഴി നടത്തിക്കോളും, ദൈവം തൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും അവരെ കൈക്ക് പിടിച്ച് നടത്തിക്കോളും. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് നിത്യസഹായനെ വാഗ്ദാനം ചെയ്തിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ അപ്പസ്തോലന്മാരെ കർത്താവിനെ ഭരമേൽപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ചു, വചനം കൊടുത്ത്, എന്നിട്ട് തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള വചനം കൂട്ടിച്ചേർത്തു. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈശോയിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതൊന്നും ഉണ്ടായില്ല, അവനിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ട് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ആ വചനം നിശ്ചയമായും പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം വിശുദ്ധീകരണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട കരങ്ങളോടെ, വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടെ, മനസാക്ഷിയോടെ, ഹൃദയത്തോടെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരേണ്ടത് എന്നുള്ള സന്ദേശം കൂടി അതിൽ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ കൂടപ്പിറപ്പുകളോ അപകടകരമായ അസ്വസ്ഥത നിറഞ്ഞ രോഗം നിറഞ്ഞ ശത്രുവിൻ്റെ തീരുമാനങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്ത ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തിൽ നമ്മളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ശത്രു നമ്മളെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, മക്കളെയല്ല. നമ്മൾ ആകുലപ്പെട്ടും നിരാശപ്പെട്ടും മക്കളെ ഓർത്ത് സങ്കടപ്പെട്ടും കഴിയുന്നുണ്ടെങ്കിൽ ശത്രു യഥാർത്ഥത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതില്ലാതെ പോയാൽ നമ്മൾ നിരന്തരമായിട്ട് ഭാരപ്പെട്ടും വിഷമിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഉറക്കമില്ലാതെയും ഒക്കെ നമ്മൾ കഴിയും. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ വൈകാരികതകളെല്ലാം ദൈവസ്നേഹത്തിലും അവൻ്റെ വചനത്തിലും വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചവരെ ദൈവസന്നിധിയിലും അവൻ്റെ കരങ്ങളിലും ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ബലിയിലൂടെ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.